ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഒരു 4 കിലോമീറ്റർ അകലത്തിൽ ഉടുമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം ആദായം കിട്ടുന്ന റബ്ബർ, തെങ്ങ്, കവുങ്ങ് എല്ലാം ഉൾപ്പെടുന്ന ഈ കാണുന്ന ഒരു 3 ഏക്കർ 16 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടും സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ റോഡ് വരുന്ന ആലക്കോട് നിന്ന് വരുന്ന റോഡാണ്. ആലക്കോട് നമുക്ക് ഉടുമ്പേരി ഒറ്റത്തായി പോണ റോഡിനാണ് വരുന്നത്. ഇപ്പം നിലവിൽ ഉടുമ്പേരി എന്നാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇപ്പം നിലവിൽ ഈ ഇവിടം വരെ നമുക്ക് ടാറിങ് എല്ലാം ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടുന്ന് 2 റോഡായിട്ട് തിരിയുന്നുണ്ട്. അത് ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് അതിനകത്തോട്ട് തന്നെയാണ് എത്തുന്നത് കേട്ടോ. ഈ റോഡും പഞ്ചായത്ത് റോഡാണ് കേട്ടോ. പിന്നെ ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്തോട്ടാണ് എത്തുക. പിന്നെ ഏത് വാഹനങ്ങൾ വേണേലും പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വീതിയുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് ആലക്കോടാണ്. അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് വെള്ളാടാണ്. പിന്നെ തളിപ്പറമ്പ് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി ആക്കണേ നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം 3 ഏക്കർ 16 സെന്റ് സ്ഥലമാണ്. ചെറിയ വിലക്കാണ് ഓണർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിൽ ഇതാക്കണ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു കെട്ട് കാണുന്നതിന്റെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു ഭാഗം ഫുള്ള് ഇതേപോലെ ചാല് കീറിയിട്ട് ഇങ്ങനെ മേലെ വരെ ചാല് കീറിയിട്ടുണ്ട്. പിന്നെ ഇതാക്കണേ നമുക്ക് മുകളിലോട്ടാണ് സ്ഥലം വരുന്നത്. അതിന്റെ കുറച്ച് ബാലൻസ് ഭാഗം ഇതാക്കണേ ഈ റോഡിന്റെ താഴെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കുറച്ചുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം ഏകദേശം ഒരു സെന്റ് 2 സെന്റിന്റെ അടുത്ത് മാത്രം ഈ ഒരു ഭാഗം. ഈ കുറച്ച് മരങ്ങൾ കാണത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറച്ച് വീടുകളെല്ലാം ഉണ്ട്. ആൾ താമസമൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇവിടം വരെയാണ് വരുന്നത്. ഈ ഒരു സൈഡിലും അതിര് ചാല് കീറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതിര് ഇതാക്കണേ ഇവിടെയാണ്. ഈ സൈഡിലും അതിര് ചാല് കീറിയിട്ടുണ്ട്. പിന്നെ ഇതാക്കണേ നമുക്ക് അടുത്ത് വീടുകളെല്ലാം ഉണ്ട്. ആ ഒരു ഭാഗത്ത് വീടുകളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലം എടുക്കണം നിങ്ങൾ കൃഷിക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൃഷിയൊക്കെ തുടങ്ങാൻ നോക്കണ്ടേ. നമുക്ക് മെയിനായിട്ട് വേണ്ടിയ വെള്ളമല്ലേ. വെള്ളത്തിന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വറ്റാത്ത വെള്ളമുള്ള ഒരു ഏരിയ കൂടെ നോക്കിയാണെങ്കിൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടണമെന്ന് കണ്ടില്ലേ. വേറെ ആളെ പ്ലോട്ടിനകത്തുള്ള ഒരു കിണറാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ചെറിയ കിണറാണ്, അധികം ആഴോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അതും ആഴമില്ലാത്ത ചെറിയ കിണർ. എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ട് ഇതാക്കണേ നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ കുറച്ച് വീതി കുറവാണ്. മുകളിലോട്ട് പോകും തോറും വീതി കൂടുതലാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം. പോയേക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പ്ലോട്ടിൽ കൊണ്ട് വരുമ്പോൾ നോക്കിയാൽ നമ്മളെ പറമ്പിൻ്റെ അതിരുവഴി അതേപോലെ തേക്കെല്ലാം കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിരുവഴി ഫുള്ള് തേക്കുമരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണം ഇവിടെ ഫുള്ള് റബ്ബറുകളൊക്കെ ഉണ്ട് കേട്ടോ. റബ്ബർ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് വരും. ആദ്യം നമ്മളെ പറമ്പിലുള്ള വെള്ളത്തിൻ്റെ സൗകര്യം കാണിച്ചു തരാം. കിണറാണുള്ളത് കേട്ടോ. അങ്ങോട്ട് നോക്കി വറ്റാത്ത വെള്ളമുള്ള കിണർ. അതും അധികം ആഴമൊന്നുമില്ല. കണ്ടില്ല നിങ്ങള് ഫുള്ള് കരിങ്കല്ലിട്ട് കെട്ടിയിട്ട് നല്ല വൃത്തിക്ക് കെട്ടിയിട്ടുണ്ട് അല്ലേ, നല്ല രീതിയിൽ. അതെ, എവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടും. പൈപ്പിന്റെ കണക്ഷൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് താഴെ 2 വീടുകളിലോട്ട് വെള്ളം കൊണ്ടുവന്നതിന്റെ ഓസ് പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി ഏരിയ തന്നെയാണ് അല്ലേ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. നിങ്ങളൊരു കൃഷി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനി പലൊരു ഫാമൊക്കെ ചെറിയ രീതിയിലൊരു ഫാമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിലൊക്കെ വെള്ളമൊക്കെ ഇഷ്ടമായിരിക്കും കിട്ടും കേട്ടോ. ഇനി വരെ നമുക്ക് മേലേക്ക് പോയി നോക്കല്ലേ. പോയി നോക്കാം അല്ലേ. പോയോക്കാം. ഇങ്ങോട്ട് വരും. നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം 270ഓളം റബ്ബറുകൾ ഉണ്ട്. ഒക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടില്ല. ഞങ്ങൾ ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ്. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. 105 ഇനത്തിൽ പെട്ട റബ്ബറുകളാണ്. കണ്ടില്ല ഞങ്ങൾ എല്ലാം അത്യാവശ്യം വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പാല് കിട്ടുന്ന മരങ്ങളാണ് കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ. പിന്നെ ഇതാക്കണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരിങ്ങളേ ഇതൊക്കെ കണ്ടില്ല. ഒക്കെ അത്യാവശ്യം ഒരേ മാർക്ക് നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ്ടില്ല ഞങ്ങൾ. പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുള്ള് ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്റോറും കാര്യങ്ങളൊക്കെയാണ്. ടാപ്പിംഗ് ആക്കിക്കൊണ്ട് ഇറക്കാനാണെങ്കിലും ഒക്കെ സുഖം കേട്ടോ. പിന്നെ നമ്മൾ പ്ലോട്ടിന് ചെറിയ രീതിയിൽ ചെരിവുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണേ ഈ ഒരു ഭാഗത്തുള്ള റബ്ബറൊക്കെ കൊണ്ടില്ല ഞങ്ങൾ. ഇതൊക്കെ നല്ല വണ്ണുള്ള മരങ്ങളാട്ടോ. നല്ല അടിപൊളി റബ്ബറുകളല്ലേ. അത്യാവശ്യം നല്ല പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റബ്ബർ മരങ്ങളല്ലേ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അല്ലേ. ഇതൊക്കെ നോക്കി ഒക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാട്ടോ. നല്ല ഫിനിഷിങ് ടാപ്പിംഗ് ആണ്. പാല് കിട്ടുന്ന മരങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങൾ. അത്യാവശ്യം നല്ല കിടിലം മരങ്ങൾ. ഇനി ഇങ്ങോട്ട് വരും. ഇനി നമ്മൾ ഈ പ്ലോട്ടിനകത്ത് നല്ല കായ്ക്കണ ഒരു 7ഓളം ജാതി മരങ്ങളുണ്ട്. അതിനകത്ത് ഒരു 2 ജാതി മരങ്ങൾ ഇതേമാതിരിക്ക് നല്ല വണ്ണുള്ള വലിയ മരങ്ങളാട്ടോ. അത്യാവശ്യം വലിയ മരങ്ങൾ തന്നെയാണ്. അത് വലിയ മരം ഇങ്ങോട്ട് നോക്കി നിറയെ കായ്ക്കുന്നതാണ്. വലിയ മരമാണ്. പിന്നെ ഇതിന്റെ ബാക്കി 5 എണ്ണം വേറെ ചെറുതും ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. അത്യാവശ്യം ഇതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആയിട്ടുണ്ട്. നല്ലോണം കായ്ക്കുന്നത്. അത് കാണിച്ചു തരാം. അതിന് മുന്നങ്ങോട്ട് നോക്കിയാണ് ഈയൽവാകയാണ് ഈ കാണുന്നത്. ഇത് നല്ല വണ്ണുള്ള വലിയ മരമാണ്. ഇതേമാരത്തെ കാട്ടുമരങ്ങൾ കുറേ ഉണ്ട് നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. പിന്നെ
തെങ്ങുകളുണ്ട്. ഇതേപോലത്തെ തെങ്ങുകൾ ഏകദേശം എത്ര പറഞ്ഞേ? 32ഓളം തെങ്ങുകളുണ്ട്. നല്ല കായ്ക്കണ തേങ്ങ ഇഷ്ടമായിരിക്കും. അത്യാവശ്യം നല്ല ആദായം കാര്യങ്ങളൊക്കെ കിട്ടുന്ന തെങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 10-32ഓളം തെങ്ങുകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വേറെ ഉണ്ട് അല്ലേ? അതെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്നത് ചാമ്പയാണ് കാണുന്നത്. ചാമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ ചാമ്പ ഫുള്ള് നിലത്തിയാടി പോയേക്കുണ്ട്. കുറേ നിലത്ത് വീണ് ഇവിടെയൊക്കെ ഉണ്ട്. ചാമ്പേൻ്റെ മരം കുറേ ഉണ്ട്. പിന്നെ ഇതാക്കണ മാങ്ങയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. മാവെല്ലാം കുറേ ഉണ്ട് പറമ്പിനകത്ത് കേട്ടോ. മേലൊക്കെ വലിയ വലിയ മാവുകളുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാക്കണ ജാതി ഇതേമാതിരിക്കുള്ള 5ഓളം മരങ്ങളുണ്ട് കേട്ടോ. ഒന്നൊക്കെ കായ്ക്കുന്നതാണ്. അത്യാവശ്യം നല്ല കായ്ക്കണ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ നമ്മളെ പ്ലോട്ടിനകത്ത് നമ്മൾ ഫസ്റ്റ് ഒരു കിണർ കാണിച്ചു തന്നില്ലേ, ഇനി രണ്ടാമത്തെ കിണറാക്കണം. കണ്ടോളി, വെള്ളമൊക്കെ ഇഷ്ടമായിരിക്കാണ്. വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഏരിയയാണ്. നിങ്ങൾക്ക് എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റൂലേ? അതെ, ഫാം നടത്തണമെങ്കിലോ കൃഷി ചെയ്യണമെങ്കിലൊക്കെ വെള്ളം കഷ്ടമാർക്ക് കിട്ടും. അതിന് ചുറ്റുഭാഗം കെട്ടെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വരും നമ്മളെ കിണറിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം എല്ലാം ഉണ്ട്. മുമ്പ് ഇവിടെ ബാത്റൂമായിട്ട് ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ ഒരു സ്റ്റോർ റൂമായിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണ് കേട്ടോ. പിന്നെ കറണ്ടിൻ്റെ കണക്ഷനെല്ലാം ഉണ്ട്. കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ കാണാം. അവിടെ പഴയൊരു വീടിൻ്റെ എല്ലാം കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോഴേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ റോഡാണ് ആ കാണുക കേട്ടോ. നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയാണ് ആ കാണുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മേലെ ഭാഗത്ത് നമ്മളെ വീടിരിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാ ഈ കാണുന്നത് ഇതിനകത്തുള്ള കുറച്ച് പഴയൊരു വീടാണ് കേട്ടോ. ഈ കരിങ്കല്ലൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ തറയെല്ലാം ഫുള്ള് നല്ല ഉറപ്പിലാണ് കെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭിത്തിയാണെങ്കിലും ഫുള്ള് കരിങ്കല്ല് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഒരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗം ഫുള്ള് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭിത്തിയൊക്കെ കണ്ടില്ലെങ്കിൽ ഇത് ഇപ്പോഴും പൊളിയാതെ നിൽക്കുന്ന കരിങ്കല്ലിട്ട് കെട്ടിയോണ്ടാണ് കേട്ടോ. അത്യാവശ്യം വേണമെങ്കിൽ ഒന്നുകൂടി സെറ്റാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടെ നിൽക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ലൊരു വീടായിട്ട് തന്നെ നമുക്ക് നോക്കി കൊണ്ടിറക്കും ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ജനൽ വാതിൽ കട്ടല ഈ ജനലില്ലേ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് കണ്ടല്ലേ. ഇനിയിപ്പോൾ പറമ്പിൽ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ അഞ്ഞിപ്പാലും നമുക്ക് ഇടയ്ക്ക് വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ നല്ല കരിങ്കല്ലിലെല്ലാം അടിപൊളിയായിട്ട് കെട്ടി നല്ല ഉറപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഈ വാതിൽ കട്ടിലെ സംഭവങ്ങളും മേലൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പേര് ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ ഫുള്ള് വാഴ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഈ സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കപ്പ, ചേന, ചേമ്പ്, വാഴ അങ്ങനെയുള്ള എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചത് നമ്മൾ പ്ലോട്ടിനകത്തോട്ട് വരുന്ന റോഡാണിതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റോഡ്. നമ്മളെ വീടിൻ്റെ മുറ്റം വരെ വണ്ടികൾ വരാൻ സൗകര്യത്തിനുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്ലോട്ടിനകത്തുള്ള റബ്ബറുകൾ കാണിച്ചത് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചതന്നില്ലേ. അപ്പോൾ അത് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനുള്ള മെഷീൻ വരെയാണ് ഈ കാണുന്നത്. ഇനി വേണമെങ്കിൽ ഇതൊന്ന് ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നീറ്റാകുകയും ചെയ്യും കേട്ടോ. ഷീറ്റെല്ലാം ഉറയിച്ച് വെക്കാനുള്ള ഒരു എന്താ പറയാ എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പ്ലാവ് ഉണ്ട്. എന്താ പറയുക, ചക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന കേട്ടോ. പിന്നെ അവിടെ ഉണ്ട് മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയൊക്കെ ഫുള്ള് വാഴ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തന്നെ ഫുള്ള്. ഇനി ഇങ്ങോട്ട് വരി, ഇത് കണ്ടില്ല നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ റബ്ബർ ഷീറ്റ് അടിച്ചിട്ടാണ്ടില്ല ഞങ്ങള് എല്ലാം പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ട്. ഇതേപോലെ ഷീറ്റ് ഉണ്ട്. അതെ, ഇവിടെ ഉണ്ട്. പ്ലാവെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പ്ലാവും മാവൊക്കെ നിറയുണ്ട്. പിന്നെ നമുക്ക് വേറൊരു വരുമാനം എന്ന് പറഞ്ഞാൽ കാപ്പിയാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് ചെറിയ രീതിയിലൊരു വരുമാനം കിട്ടുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് ഫുള്ള് കാപ്പിയെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇത് കണ്ടില്ല, അത്യാവശ്യം വലിയൊരു കൊടംപുളിന്റെ മരം തന്നെ ഉണ്ട് കേട്ടോ. കൊടംപുളിയൊക്കെ ഇഷ്ടം പോലെ കായ്ക്കണാണ്. നിറയെ പൂത്ത് കിടക്കുന്നുണ്ട്. വലിയ മരം, അത്യാവശ്യം നല്ല നീളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അതിന്റെ വണ്ണ തന്നെ കണ്ടില്ല നിങ്ങള്, രണ്ടാൾ പിടിച്ചാലേ പിടി അടങ്ങുള്ളൂ. അതിന് വണ്ണുള്ള മരമാണ് കൊടുമ്പുളി. പിന്നെ നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനാക്കണം. വെള്ളം എടുക്കണം. നമുക്ക് പറമ്പിൻ്റെ മേലൊരു ഓലിയുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ഇപ്പോൾ ഇത് വെള്ളം എടുത്തുകൊണ്ടിരിക്കണം. ഇനി വേണമെങ്കിൽ കുടിക്കാനൊക്കെ ഉള്ള വെള്ളമാണെങ്കിലും കുടിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ഒരു ഇയൽ വാഗ് കാണിച്ചെന്നില്ലേ, അതേപോലെ ഇത് കണ്ടോ. ഇത് എവിടെ ഒരു ഇയൽ വാഗ് ഉണ്ട്. പിന്നെ ഇതേമാതിരി അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേ കാട്ടുമരങ്ങളുണ്ട് പറമ്പിനകത്ത്. ഞാൻ നല്ല വണ്ണുണ്ടല്ലേ. പിന്നെ ഇത് മറ്റേ ഇതാണ് കേട്ടോ, മറ്റേ എന്താ പറയല്, ആഞ്ഞിലി, അതിൻ്റെ തൈയാണത്. ഇതുണ്ടല്ലേ, അത്യാവശ്യം വലിയ മരമാണ്. നല്ല നീളത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ കാട്ടുമരങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തേക്ക് മരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പ്ലോട്ടിന്റെ താഴേന്ന് മേലേക്കുള്ള ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം സെന്റർ ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മളെ വീടിന്റെ കുറച്ച് മേലെ ഭാഗത്ത് മുകളിലോട്ടും വീടുകളുണ്ട്. പിന്നെ മേലെ ചെറിയ റോഡ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പ്ലോട്ടിലോട്ടൊക്കെ വരാനുള്ള സൗകര്യത്തിന്. ഇതാക്കണേ തേക്ക് കണ്ട് ഞങ്ങൾ നേരത്തെ അതിരുവഴി ഉണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നപ്പോൾ കാണിച്ചില്ല. അപ്പോൾ ഇതേപോലത്തെ തേക്ക് മരങ്ങളും കുറേ ഉണ്ട് വണ്ണുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. കുറച്ച് കവുങ്ങുണ്ട്. പിന്നെ അതാണ് മുകളിലോട്ടുള്ള അങ്ങോട്ടുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം വണ്ണുള്ള മരങ്ങളുണ്ടല്ലോ അങ്ങോട്ടൊക്കെ. അതിരുവഴി ആണെങ്കിലും പറമ്പിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ കാട്ടുമരങ്ങളെല്ലാം ഉണ്ട്.
അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ സ്ഥലം അപ്പൊ ഇനി നമുക്ക് വില പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ, തീർച്ചയായും. അപ്പൊ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 12 ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. മൊത്തം 3 ഏക്കർ 16 സെന്റ് സ്ഥലമാണ് വരുന്നത് കേട്ടോ. ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേഷനോ ബന്ധുക്കളോ ആരെങ്കിലും ബന്ധുക്കാരോ കുടുംബക്കാരോ ആരെങ്കിലൊക്കെ ഇതേപോലെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ഒരുപാട് ആൾക്കാരെ പരിചയത്തിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടാവും ഇതേപോലെ കുറഞ്ഞ വിലക്കുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചെടുക്കണേ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ അല്ലേ, വാട്സപ്പ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് വിട്ടോളിട്ടോ. ഈ കൃഷി ചെയ്യാനും ഫാമിനൊക്കെ തുടങ്ങാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നിങ്ങളെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മളെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ കിണ്ണം കാഴ്ച പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ. അതെ, ബൈ.